ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സോയാ ചങ്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരേപോലെ ഇഷ്ടം തോന്നുന്ന ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലാണ് നമ്മളിന്ന് സോയാ ചങ്ക് കറി ഉണ്ടാക്കാൻ പോകുന്നത്. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം സോയാ ചങ്കാണ് എടുത്തിരിക്കുന്നത്. ആദ്യം സോയ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റ് അതിൽ കുതിർക്കാനായിട്ട് വെക്കുവാണ്. കുതിർന്നതിന് ശേഷം നമുക്ക് അരിച്ചൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുവാണ്. കൂടെ 1/2 സ്പൂൺ പെരിഞ്ചീരകവും 1/2 സ്പൂൺ ചെറിയ ജീരകവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് 4 കഷ്ണം ചെറിയ കറുവപ്പട്ടയാണ് ചേർക്കുന്നത്. കൂടെ ഒരു ഏലക്കയും ചേർക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ കുരുമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് 15 കശു നട്ട്സ് ആണ് ചേർക്കുന്നത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിയാണ്. ഞാനിവിടെ 2 സ്പൂൺ മല്ലിയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് 2 സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് 2 തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി എടുക്കുമ്പോഴേക്കും നല്ല പഴുത്ത് തന്നെ നോക്കിയെടുക്കണം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പൊഴിച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അടുത്തായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന സോയ ചങ്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സോയ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി തിക്കായിട്ടാണോ അതോ ലൂസായിട്ടാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ കുറച്ച് ലൂസായ ഗ്രേവിയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ മസാല അരച്ച ചാറ് കഴുകിയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും ആവശ്യമായ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും എരിവും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സോയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കുക്കറിൻ്റെ അടുപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മസാലയുടെ മണമാണ് വരുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് കറിയിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കൂടെ വറ്റൽമുളകും ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യമായ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചതിൽ നല്ല അടിപൊളി ടേസ്റ്റിലാണ് കറി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.